ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ കിയാരൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസം എടുത്തതാണ്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ആൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഫുഡൊക്കെ കൊടുക്കുന്നുള്ളതാണ്, കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഹസ്ബൻഡിന് ഒരാഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഹസ്ബൻഡും കിയാരയും ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് റെഡി ആയിട്ട് നേരെ പോകുന്നുള്ളത് കാസർഗോഡാണ്. കിയാരയ്ക്ക് ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കളേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കുറേ ഡ്രസ്സൊക്കെ നോക്കി, ഏതും അങ്ങനെ പിടിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു ഡ്രസ്സാണ് എടുത്തത്. പിന്നെ കുറച്ചപ്പുറത്ത് ഒരു ഷോപ്പിൽ ഈ ഒരു വാട്ടർ ബോട്ടിൽ കണ്ടു. അങ്ങനെ ആൾക്ക് ഈ ഒരു വാട്ടർ ബോട്ടിലും വാങ്ങിയതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇവളുടെ പാദസരം മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ വണ്ടി കുറച്ച് ദൂരമായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടും കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ തന്നെ ആയിരുന്നു ഈ ഒരു പാദസരം. അവർ തന്നെ മാറ്റണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് വേറെ ഇതൊന്നും ഇട്ട് നോക്കി, പക്ഷെ രണ്ടും സെയിം അളവാണ്. പിന്നെ അത് കഴിഞ്ഞ് പാദസരം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആൾക്ക് സിമ്പിളായിട്ടുള്ളൊരു ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. സീ ഫുഡിലോട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ് ഫുഡിന് വേണ്ടിയിട്ട്. ചോറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചോറും പിന്നെ കൂന്തൽ വറവും പിന്നെ ഒരു ഡിസ്കോ മീനും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിയാരയ്ക്ക് ഒറ്റയ്ക്ക് കഴിക്കണം എന്നാണ് ഇപ്പോൾ വാശി പിടിക്കാറ്. അങ്ങനെ ആൾ ഒറ്റയ്ക്ക് കഴിക്കുന്നുള്ളതാണ്. ഇടയ്ക്ക് ഞാൻ വാരിയിട്ടൊക്കെ കൊടുക്കും, എന്നാലും ആൾ കൂടുതലായിട്ട് ഇപ്പോൾ ഒറ്റയ്ക്കാണ് കഴിക്കാറ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് പോയതാണ്. കിയാരയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കരയുന്നുണ്ടായിരുന്നു. അവളിപ്പോൾ എന്നോട് ചിരിക്കാം. എൻ്റെ അമ്മീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞിക്ക് കുറിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ പൗഡർ ഇടുമല്ലോ, അത് പെട്ടെന്ന് മായ്ക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അവളിങ്ങനെ മായ്ക്കൂലെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ കിയാര ഇതാ കുഞ്ഞിനെ ആട്ടുന്നതാണ് തൊട്ടിലിട്ടിട്ട്. കുഞ്ഞുറങ്ങിയാലും കിയാരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു പേടി പോലെ തോന്നാറുണ്ട്, കാരണം ഇങ്ങനെ കുഞ്ഞല്ലോ കിയാരയും. പിന്നെ അതാ അവളുടെ പൗഡറൊക്കെ ഞാൻ തോർത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ തോന്നി എനിക്ക്. അങ്ങനെ ഞാൻ മായ്ച്ചു കൊടുത്തതാണ്. ആളാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നത് മാത്രമാണ്. ചിരിയൊക്കെ കുറവാണ്, ഇടയ്ക്ക് നല്ല ചിരിയൊക്കെ ചിരിക്കാറുണ്ട്. കിയാരൻ്റെ ബർത്ത്ഡേ ചെറുതായിട്ട് ഇവിടെ ആഘോഷിക്കാൻ പോവുകയാണ്. അങ്ങനെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു അമ്മ. പിന്നെ കറിക്ക് വേണ്ട അരവൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉള്ളി മാത്രം മുറിച്ച് കൊടുത്തതാണ്. അപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന് ജസ്റ്റ് കഴിക്കുന്നുള്ളതാണ് ചപ്പാത്തിയും ഇഡ്ഡലിയും ഒക്കെ. ചിക്കൻ കറി പെട്ടെന്ന് തന്നെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാമി റുവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ എന്നെ നോക്കുന്നുള്ളതാണ് കുഞ്ഞുവാവ. പിന്നെ ഞാൻ കോഫി കുടിക്കുന്നുള്ളതാണ്. അമ്മ നല്ല കോഫി ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കിയാരയ്ക്ക് ഇതാ നല്ല ഉറക്കമാണ്. നമ്മൾ പുറത്തിരുന്നിട്ട് എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. പുനിയേച്ചി വന്നിട്ടുണ്ടായിരുന്നു, പുനിയേച്ചി ദുഗൂസൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ റെഡി ആവുന്നുള്ളതാണ്. അപ്പോൾ അതിഥി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളെൻ്റെ മുടി കെട്ടി തരുന്നുള്ളതാണ്. എൻ്റെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റും കൂടിയാണ് അതിഥി. എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ആളെനിക്ക് കെട്ടിത്തരാറുണ്ട്. പിന്നെ കിയാരൻ്റെ ഡ്രസ്സിന് ഒരു ഇന്നർ പോലത്തെ ഒരു സംഭവമുണ്ട്, ഒരു ടോപ്പ് പോലെയായിട്ട്. പക്ഷെ അതെന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതിടാതെ ഇത് മാത്രം പെയർ ചെയ്തിട്ടുള്ളതാണ് കിയാരയ്ക്ക്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആളുടെ ഡ്രസ്സ്. അമ്മായി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കിയാരനോട്, പക്ഷെ അവളാണെങ്കിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നുള്ളതാണ്. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും എത്തുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് ടൈമിൽ ആൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം എഴുതിയത് പപ്പയായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ കിയാര എന്നുള്ളത്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു സെലിബ്രേഷനാണ്. അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മമ്മയും ഉണ്ട്. പിന്നെ ഇതാ ഞാൻ റെഡിയായി. പിന്നെ ഷിഗുവിന് ഞാൻ കഴിഞ്ഞ ദിവസം മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് നോക്കിയതാണ്. കളറ് വന്നിട്ടുണ്ടായിരുന്നു നല്ല. പിന്നെ നമ്മളിതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനു മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നിട്ടുള്ളതാണ്. പക്ഷെ കിയാരാണെങ്കിൽ നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല.
എല്ലാരും സൈഡ് അച്ഛമ്മക്ക് നീ കൊടുക്ക്. അച്ഛമ്മയുടെ ബായിക്ക് ഇങ്ങനെ കൊടുക്ക്. കുറച്ചോ വന്ന് തിന്നാനാകാം. അച്ഛമ്മക്ക് വന്ന് തിന്നാനാകാം. അച്ഛന്തിയ കളിക്കുന്നതില് കുട്ട. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ഇതാ ഇവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുള്ളതാണ്, ചേച്ചിമാരും ഇളയമ്മമാരും ഒക്കെ. അങ്ങനെ എടുത്തു ഇത് വീഡിയോ ആവാ, ഫോട്ടോ എടുത്തോണ്ടിരിക്കല്ലേ. പിന്നെ പപ്പ ഇതാ കയ്യില് കിയാരയ്ക്ക് അന്ന് ഇട്ടുകൊണ്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങേൻ്റെ സംഭവം ഇങ്ങനെ ഗിഫ്റ്റ് പാക്ക് പോലെ ആക്കിയിട്ടുള്ളതാണ്. ഒരു ചാലഞ്ച് പോലെ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു അത്. പിന്നെ എന്താ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുള്ളതാണ് ഒന്നിച്ച്. രണ്ട് കയ്യിൽ പിടിച്ചിട്ടാണോ താഴെയാണോ? താഴെയാണോ? ആ ഇടേ പിടിച്ചിട്ടിടേ. പിടിച്ചോ പിടിച്ചോ. ആ ഇപ്പൊ ഇട്ടേ താഴെ പിടിച്ചിട്ടിട്ടോ. ഇത് പിടിച്ച് ഇങ്ങനത്തെ ഈ ജാതി തേങ്ങ വേണമെങ്കിൽ പറയണോ? അല്ല, ഈ ജാതി തേങ്ങയുടെ തെങ്ങിന്റെ തൈ. ജ്യോതിയക്ക, അച്ചു അവരൊക്കെ ഫുഡ് കഴിക്കുന്നുള്ളതാണ്. ഫുഡ് ഉണ്ടായിരുന്നത് ചപ്പാത്തിയും പിന്നെ ഇഡലി, കോഴിറൊട്ടി, പിന്നെ ചിക്കൻ കറിയും ആയിരുന്നു. കോഴിറൊട്ടിയും ചപ്പാത്തി പാക്കും കൊണ്ടുവന്നതായിരുന്നു. ഇഡലിയും ചിക്കൻ കറിയും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതാ എല്ലാവരും കഴിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സിമ്പിളായിട്ടായിരുന്നു ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്നുള്ളതാണ്, ഞാനും ഹസ്ബൻഡും ഒക്കെ. ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് റൊട്ടിയും ചിക്കൻ കറിയായിരുന്നു. പിന്നെ ഒരു ഇഡലിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെപ്സിയും കുടിച്ചു. പിന്നെ ആ ഒരു തേങ്ങേൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ക്യാഷ് മുഴുവനും കിയാരയ്ക്കാണ്. അപ്പോൾ പപ്പ അതെൻ്റെ കയ്യിൽ തന്നതാണ്. പിന്നെ ഇതാ കണ്ണേട്ടനും ഏട്ടനും എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ കഥകളൊക്കെ പറയുന്നുള്ളതാണ്. പപ്പയും അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായതായിരുന്നു. എല്ലാവരും അഭിനയിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.